വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റീജിയൻ ലേണിംഗ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വരുന്ന +1 എക്കണോമിക്സ് എക്സാമിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുപോലെ തന്നെ അത് എത്രയ്ക്ക് മാർക്കിനാണ് വരുന്നത്, എങ്ങനെയാണ് അതിന് ഉത്തരം എഴുതേണ്ടതെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിലെയും വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന 100% ചോദിക്കുന്ന ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, താരതമ്യേന മറ്റു സബ്ജക്റ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസമുള്ള ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് മറ്റുള്ള സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് പാർട്ട് 2 സ്റ്റാറ്റി കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റെപ്സുകൾ അതിൻ്റെ ഫോമിലൊക്കെ പഠിച്ചു പോയാൽ മതി, എന്നാൽ നിങ്ങൾക്ക് സുഖമായിട്ട് പാസ്സാവാം. ഒരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ തന്നെ 48 മാർക്ക് മിനിമം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. അതായത് ഒരു 50 മാർക്ക് ടാർഗറ്റ് നിങ്ങൾ ചെയ്യണം. ഇത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് സെക്കൻഡ് ഇയറിൽ കൂളായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റർ വൈസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമ്മുടെ എക്കണോമിക്സിലെ പാർട്ട് 1, അതായത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ്, അതിലെ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഇവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 3 അല്ലെങ്കിൽ ഒരു 4 മാർക്കിന് വരെയാണ് മാക്സിമം ചോദ്യം വരിക. ഒരൊറ്റ ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അതായത് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ അണ്ടർ ബ്രിട്ടീഷ് റൂൾ. ആ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരിക. അതായത് ബ്രിട്ടീഷ് സർക്കാരിന് കീഴിലുള്ള ഇന്ത്യൻ കൃഷിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഏതൊക്കെ. അപ്പോൾ ഏതൊക്കെയാണ് ആ സവിശേഷതകൾ? ഒന്ന്, ഭൂനികുതി വ്യവസ്ഥ, അല്ലെ, അത് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, അതേപോലെ തന്നെ ജമീന്ദാരി സിസ്റ്റം. ദെൻ പിന്നെന്താണ്, കൃഷിയിൽ നിന്നുള്ള ലാഭം കർഷകർക്ക് ലഭിക്കുന്നതിന് പകരം ജമീന്ദാരിലേക്ക് പോയിരുന്നത്. ഇത് കൂടാതെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യനും കൂടി ഈ ചാപ്റ്ററിൽ നിന്ന് നോക്കി വെക്കണം. ഡിസ്ക്രൈബ് ദ ഡെമോഗ്രഫിക് കണ്ടീഷൻ ഓഫ് ഇന്ത്യ ഓൺ ദ ഇവ് ഓഫ് ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയുടെ ഒരു ഡെമോഗ്രഫിക് ജനസംഖ്യാപരമായുള്ള അവസ്ഥ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു? ഉയർന്ന ജനനിരക്ക്, ഉയർന്ന മരണനിരക്ക്, അതായത് രണ്ടും കൂടുതലായിരുന്നു. വളരെ കുറഞ്ഞ സാക്ഷരതാ നിരക്കായിരുന്നു, 16% താഴെയായിരുന്നു അന്ന്. പിന്നെ ആരോഗ്യ സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു, പകർച്ചവ്യാധി ഉണ്ടായിരുന്നു. പിന്നെ കുറഞ്ഞ ആയുർദൈർഘ്യം, ആളുകളൊക്കെ മാക്സിമം 32 to 34 വയസ്സായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടാണ് നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഇനി നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ എക്കോണമി 1950 to 1990. ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ 1950 മുതൽ 1990 വരെ. ഇതിൽ നിന്ന് ഒരു 100% നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, 4 ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. വാട്ട് വെർ ദ 4 മെയിൻ ഗോൾസ് ഓഫ് ദ 5-year പ്ലാൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഏതൊക്കെയാണ് അത്? ഗ്രോത്ത് ആണ്, മോഡേണൈസേഷൻ ആണ്, സെൽഫ് റിലയൻസ് ആണ്, ദെൻ ഇക്വിറ്റി, അതായത് വളർച്ച, ആധുനികവൽക്കരണം, സ്വയം പര്യാപ്തത, സമത്വം. അപ്പോൾ അത് ഓരോന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ 2 മെയിൻ ടൈപ്സ് ഓഫ് ലാൻഡ് റിഫോംസ് ഇംപ്ലിമെന്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിന് ശേഷം നടപ്പിലാക്കിയുള്ള 2 പ്രധാനപ്പെട്ട ഭൂപരിഷ്കരണം ഏതൊക്കെയെന്നുള്ളത് വിശദീകരിച്ച് എഴുതണം. അത് ഏതാണ്? ഒന്ന്, അബോളിഷൻ ഓഫ് ഇന്റർമീഡിയേറ്റേഴ്സ് ആണ്. രണ്ടാമത് ലാൻഡ് സെല്ലിംഗ് ആണ്, അതായത് ഇടനിലക്കാരെ ഒഴിവാക്കിയിട്ടുള്ള നിയമവും അതുപോലെ തന്നെ ഭൂപരിധി നിർണ്ണയവും. അത് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങളൊരു എസ്സേ പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ എസ്സേ ചോദിക്കാം അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ചോദിക്കാം. വാട്ട് ഈസ് ദ ഗ്രീൻ റെവല്യൂഷൻ ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് മെയിൻ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്. എന്താണ് ഹരിത വിപ്ലവം? ഹരിത വിപ്ലവത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും വിവരിക്കുക. അപ്പോൾ എന്താണ് ഹരിത വിപ്ലവം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, അല്ലെ, വളങ്ങൾ, കീടനാശിനികൾ എന്നിവയുടെ ഉപയോഗത്തിലൂടെ ഭക്ഷ്യധാന്യ ഉൽപ്പന്നത്തിലുണ്ടായുള്ള വലിയ രീതിയിലുള്ള വർധനവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഗുണങ്ങൾ കുറേ ഉണ്ട്. അതായത് ഇന്ത്യയിലെ ഭക്ഷ്യസാധനങ്ങൾ സ്വയം പര്യാപ്തത നേടി, അതുപോലെ തന്നെ എന്താണ്, ബഫർ സ്റ്റോക്കുകൾ നിർമ്മിച്ചു. പിന്നെ ഇതിൻ്റെ ദോഷങ്ങൾ നിങ്ങൾ എഴുതണം. അതായത് പ്രാദേശികമായിട്ടുള്ള ഒരു അസമത്വം വർദ്ധിച്ചു, കീടനാശിനികളുടെ ആക്രമണത്തിൻ്റെ ഒരു സാധ്യത, രാസവസ്തുക്കൾ മൂലമുള്ള പരിസ്ഥിതി നാശം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? എഴുതി വെക്കുക. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചാപ്റ്ററിലെ പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് തേർഡ് ചാപ്റ്ററിലേക്ക് പോവാം. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രീഷിയേഷൻ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഒരു വിലയിരുത്തൽ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു എസ്സേ ടൈപ്പ് അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വെർ ദ മെയിൻ റീസൺ ഫോർ ദ എക്കണോമിക് റിഫോംസ് 1991. അതായത് 1991 സാമ്പത്തിക പരിഷ്കരണത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് പ്രധാനമായിട്ടും ഒരു 4 റീസണാണുള്ളത്, അല്ലെ. ഒന്ന്, സാമ്പത്തിക പ്രതിസന്ധി, ഉയർന്ന വിലക്കയറ്റം, സാമ്പത്തിക കമ്മി, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പരാജയം. അപ്പോൾ അത് ഓരോന്നും എന്ത് ചെയ്യുക? ലിസ്റ്റ് ചെയ്ത് എഴുതിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, WTO. ഇപ്പോൾ WTOയുടെ വേൾഡ് ട്രേഡ്, അതായത് ലോക വ്യാപാര സംഘടനയുടെ പങ്ക് എന്താണ്, അതിൻ്റെ റോള് എന്തൊക്കെയെന്നുള്ളതാണ്. ഇപ്പോൾ റോൾ ചെയ്തപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് അംഗരാജ്യങ്ങൾക്കിടയിലുള്ള നികുതികളെ കുറക്കുന്നതിലും അതുപോലെ തന്നെ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുന്നതിലൊക്കെ ഈ ഒരു സംഘടന വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മാത്രമല്ല വ്യാപാര ചർച്ചകൾക്കുള്ള ഒരു വേദിയും കൂടിയായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ആ കാര്യങ്ങളോട് അവിടെ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ദെൻ മറ്റൊരു ഷുവർ
ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഔട്ട് സോഴ്സിംഗ്. 2-3 മാർക്കിന് ചോദിക്കും എന്താണ് ഔട്ട് സോഴ്സിംഗും പുറം ജോലി അല്ലെങ്കിൽ പുറം കരാർ എന്ന് പറഞ്ഞാൽ എന്താണ്. ചിലപ്പോൾ ഇത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ടേജ് ആയിട്ട് എങ്ങനെ ചോദിക്കും, വാട്ട് ഈസ് ഔട്ട് സോഴ്സിംഗ് ആൻഡ് വൈ ഡിഡ് ഇന്ത്യ ബിക്കം എ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ഫോർ ഇറ്റ്. എന്താണ് ഔട്ട് സോഴ്സിംഗ് അല്ലെങ്കിൽ പുറം ജോലി എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യ എന്തുകൊണ്ടാണ് അത് പ്രിയപ്പെട്ട ഒരു ഇടമായിട്ട് മാറിയത്. അപ്പോൾ നിങ്ങൾ അതിൽ കാര്യമായിട്ട് എന്ത് ചെയ്യണം, എന്താണ് ഔട്ട് സോഴ്സിംഗ് എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് ഒരു കമ്പനി അവരുടെ ചില ജോലികൾ, ഉദാഹരണത്തിന് IT പോലുള്ള കമ്പനികൾ പുറത്തുള്ള മറ്റ് സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഔട്ട് സോഴ്സിംഗ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ ഇതിന് അനുയോജ്യമായുള്ളൊരു ഇടമാകാൻ കാരണം എന്താ, കുറഞ്ഞ പൈസക്ക് ആളെ ജോലി ചെയ്യാൻ കിട്ടും, അതായത് കുറഞ്ഞ വേതനമാണ്. ഇതിന് മാത്രമല്ല നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന വിദഗ്ധമായുള്ള തൊഴിലാളികളുടെ ലഭ്യതയും ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഇത് കൂടാതെ ജസ്റ്റ് ഒരു ചോദ്യം കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കണം. അതായത് ഇതിൻ്റെ എല്ലാത്തിനും ഡെഫിനിഷൻ മാത്രം ചിലപ്പോൾ ചോദിക്കട്ടോ. എന്താണ് ലിബറലൈസേഷൻ, എന്താണ് പ്രൈവറ്റൈസേഷൻ, എന്താണ് ഗ്ലോബലൈസേഷൻ, അതായത് LPG 3ൻ്റെയും ഡെഫിനിഷനും കൂടി പഠിച്ചു വെക്കുക. നമ്മുടെ 4th ചാപ്റ്ററാണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, പോവർട്ടി, ദാരിദ്ര്യം. ഇതിൽ നിങ്ങൾ സുഖമായിട്ട് മാർക്ക് കിട്ടും. ചിലപ്പോൾ ഒരു എസ്സേ വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ മെയിൻ കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ? 1 ജനസംഖ്യാ വർധനമാണ്, 2 തൊഴിലില്ലായ്മയാണ്, 3 കുറഞ്ഞ മൂലധന രൂപീകരണം, 4 സാമൂഹിക ഘടകങ്ങൾ, 5 ചരിത്രപരമായുള്ള കാരണങ്ങൾ. അപ്പോൾ ഇത്രയും റീസൺസ് ഒക്കെ എന്ത് ചെയ്യണം, അവിടെ നിങ്ങൾ എഴുതി വെക്കണം. പിന്നെ നിങ്ങളുടെ ഒരു 2 മാർക്കിന് ഡെഫിനിഷൻ ചോദിക്കും. പോവർട്ടി ലൈൻ, ദാരിദ്ര്യ രേഖ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ചോദിക്കും. അത് ഇന്ത്യയിൽ എങ്ങനെയാണ് അത് നിർണ്ണയിക്കുന്നത്, ഹൗ ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ഇൻ ഇന്ത്യ. അപ്പോൾ എന്താണ് ദാരിദ്ര്യ രേഖ എന്ന് പറഞ്ഞാൽ, ഒരാൾ ദരിദ്രനാണോ എന്ന് നിശ്ചയിക്കുന്ന ഒരു വരുമാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഉപഭോഗത്തിൻ്റെയോ അളവിനെയാണ് ദാരിദ്ര്യ രേഖ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും കലോറി ഉപഭോഗത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അല്ലേ. ഇപ്പോൾ ഗ്രാമപ്രദേശത്താണെങ്കിൽ 2400 കലോറി, നഗരത്തിലാണെങ്കിൽ അത് 2100 കലോറി. അങ്ങനെയാണ് അത് കണക്കാക്കുന്നത്. അതും കൂടി എന്ത് ചെയ്യുക, അവിടെ എഴുതി വെക്കുക. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ 3 ഡയമെൻഷണൽ അപ്രോച്ച് ഓഫ് ഗവൺമെന്റ് എലിവേറ്റ് ദ പോവർട്ടി. അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചുള്ള അല്ലെങ്കിൽ 3 തലത്തിലുള്ള സമീപനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് വിശദീകരിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് സമീപനങ്ങൾ? പ്രധാനമായിട്ടും 1 ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച് ആണ്, അതായത് വളർച്ചാനിഷ്ഠിത സമീപനം. 2 പോവർട്ടി എലിവേഷൻ പ്രോഗ്രാം, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ. ദെൻ പ്രൊവൈഡിങ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ്, അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകല്. ദെൻ പിന്നെ ഇത് കൂടാതെ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. ഡിഫറൻസസ് ചോദിക്കും. അബ്സൊല്യൂട്ട് പോവർട്ടിയും റിലേറ്റീവ് പോവർട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അതായത് കേവല ദാരിദ്ര്യവും ആപേക്ഷിക ദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസം, അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. കേവല ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ എന്താണ്, ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയാണ്. ദെൻ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ മറ്റു ആളുകളുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രദേശമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. നമ്മുടെ 5ാമത്തെ ചാപ്റ്ററാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഓഫ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ മനുഷ്യ മൂലധന രൂപീകരണം. ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രതീക്ഷിക്കേണ്ടത്, ഒരു ഷോർട്ടേജ് അല്ലെങ്കിൽ ഒരു എസ്സേ ആണ് പ്രതീക്ഷിക്കേണ്ടത്. വാട്ട് ആർ ദ മെയിൻ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യ മൂലധനത്തിന്റെ പ്രധാനപ്പെട്ട ഉറവിടങ്ങൾ ഏതൊക്കെയാണ്. പ്രധാനമായിട്ടും 5 എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ ആണ്, എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത്, ദെൻ ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻഫോർമേഷൻ, അതായത് വിദ്യാഭ്യാസത്തിനുള്ള ചെലവ്, ദെൻ അതേപോലെ തന്നെ ആരോഗ്യത്തിനുമായിട്ടുള്ള ചെലവ്, ദെൻ തൊഴിലിനുള്ള പരിശീലനങ്ങൾ, ദെൻ കുടിയേറ്റം, വിവരണങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇത് കൂടാതെ ഒരു ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതായത് ഹ്യൂമൻ ക്യാപിറ്റലും ഹ്യൂമൻ ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചിലപ്പോൾ ചോദിക്കാം. മനുഷ്യ മൂലധനവും മനുഷ്യ വികാസവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, ഇതും കൂടി എന്ത് ചെയ്യുക നോക്കി വെക്കുക. എന്നിരുന്നാലും സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റലാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുക ചോദിക്കുക. ഇനി നമുക്ക് 6th ചാപ്റ്ററിലേക്ക് പോവാം. റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമവികസനം. ഇതിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഒരു 4 മാർക്ക് അല്ലെങ്കിൽ ഒരു 5 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ്. റോൾ ഓഫ് അഗ്രികൾച്ചർ മാർക്കറ്റ് സിസ്റ്റം, അതായത് ഗ്രാമവികസനത്തിലെ കാർഷിക വിപണിയുടെ അല്ലെങ്കിൽ കാർഷിക വിപണി സംവിധാനത്തിന്റെ പങ്ക് എന്ത് എന്നുള്ളതാണ്. ഇതിൽ കാര്യമായിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് മെയിൻ മെഷേഴ്സ് ടേക്കൺ ബൈ ദി ഗവൺമെന്റ് ആണ്, ഗവൺമെന്റ് എടുക്കുന്ന സ്റ്റെപ്സുകളാണ്. അതായത് എന്താണ്, നിയന്ത്രിത വിപണികൾ, അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ, സഹകരണം, ദെൻ താങ്ങുവില. ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതിന് ആൻസർ ചെയ്യാൻ. പിന്നെ ഈ ചാപ്റ്ററിൽ പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഫാമിംഗ് സെക്ടർ, കാർഷിക മേഖലയിലെ വൈവിധ്യവൽക്കരണം. അപ്പോൾ കാർഷിക മേഖലയിലെ വൈവിധ്യവൽക്കരണമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രധാനമായിട്ടും എഴുതി വെക്കേണ്ട കാര്യങ്ങൾ, അതായത് വിളയിലുള്ള വൈവിധ്യവൽക്കരണമാണ്, ഉൽപ്പാദന പ്രവർത്തനങ്ങളുടെ വൈവിധ്യവൽക്കരണം, അതേപോലെ തന്നെ സുവർണ്ണ വിപ്ലവം, ഗോൾഡൻ റെവല്യൂഷൻ. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഇതിന് ആൻസർ ചെയ്യാൻ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനാണ് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരിക. ഇനി 7th യൂണിറ്റ് ആണ്, അതായത് എംപ്ലോയ്മെന്റ്, ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. തൊഴിൽ വളർച്ച, ഇൻഫോർമലൈസേഷൻ,
ഇൻഫോർമലൈസേഷൻ, മറ്റ് പ്രശ്നങ്ങൾ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിനാണ് ഈ ചോദ്യം വരുന്നുണ്ടാവുക. അതായത് വ്യത്യസ്ത ടൈപ്പ് ഓഫ് ജോബുകൾ ഏതൊക്കെയും ചോദിക്കും. ടൈപ്പ് ഓഫ് വർക്കേഴ്സ്, വിവിധ തരം ജോലികൾ അല്ലെ. അപ്പോൾ പ്രധാനമായിട്ട് എത്ര ടൈപ്സ് ഓഫ് ജോലികളുണ്ട്? ഒന്ന് സെൽഫ് എംപ്ലോയിഡ് ഉണ്ട്, അതേപോലെ തന്നെ വേജ് എംപ്ലോയിഡ് ഉണ്ട്, സ്ഥിര ശമ്പളക്കാരുണ്ട്, ദെൻ താൽക്കാലികമായിട്ടുള്ള തൊഴിലാളികളുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യണം? അവിടെ കൃത്യമായിട്ട് എഴുതി വെക്കണം. ദെൻ പിന്നെ ഒരു 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഓർഗനൈസ്ഡ് വേസ് അൺഓർഗനൈസ്ഡ് സെക്ടർ. സംഘടിതവും അസംഘടിതവുമായിട്ടുള്ള തൊഴിൽ മേഖല ഏതൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ ഡിഫറൻസസ് ചോദിക്കുമ്പോൾ ഒരു സൈഡിൽ ഓർഗനൈസ്ഡ് സെക്ടർ എഴുതണം, ദെൻ മറ്റേ സൈഡിൽ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് എഴുതണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഫോമലാണ്, അൺഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻഫോമലാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോന്നും എഴുതി വെക്കുക. അതായത് ഓർഗനൈസ്ഡിൽ ഒരു 10-ലധികം ആളുകൾ ഉണ്ടാവും, മറ്റേത് എന്താണ് അൺഓർഗനൈസ്ഡ് ചെറിയ സ്മാൾ പ്രൈവറ്റ് ഓൺടർപ്രണർഷിപ്പുകളൊക്കെ ആയിരിക്കും. ദെൻ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ് ഒക്കെ ഓർഗനൈസ്ഡിൽ ഉണ്ടാവും, അതായത് PF പെൻഷൻ കാര്യങ്ങളൊക്കെ മറ്റേതിൽ അത് ഉണ്ടാവണമെന്നില്ല. ദെൻ പിന്നെന്താണ് ഒരു ലേബേഴ്സിനെ ഗൈഡ് ചെയ്യാനും അവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിയമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മറ്റെടുത്തത് ഉണ്ടാവില്ല. ട്രേഡ് യൂണിയൻ ഉണ്ടാവും ഓർഗനൈസറിൽ, അൺഓർഗനൈസ്ഡ് ട്രേഡ് യൂണിയൻ ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ ആൻസർ എഴുതണം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ ഒന്ന് നോക്കി വെക്കുക. അതായത് ഇൻഫോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. അതായത് അസംഘടിത ബാങ്കിൽ നിന്ന് തൊഴിലാളികൾ സംഘടിത മേഖലയിലേക്ക് മാറുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു അവസ്ഥക്കാണ് ഇൻഫോർമലൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെ മാറുമ്പോൾ ഒരു പ്രശ്നം എന്താണ്? ഒരു സെക്യൂരിറ്റി അവർക്ക് കുറയുന്നു, തൊഴിൽ സുരക്ഷിതത്വം കുറയുന്നു. ഇതൊരു 2 മാർക്കിന് അല്ലെങ്കിൽ ഒരു 3 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇനി നമ്മൾ നേരെ പോകുന്നത് 9ാമത്തെ ചാപ്റ്ററിലേക്കാണ്. എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പരിസ്ഥിതിയും സുസ്ഥിര വികസനവും. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ സുസ്ഥിര വികസനം എന്താണെന്നുള്ളതിന്റെ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെക്കണം. ചിലപ്പോൾ ചോദിക്കുക 2 മാർക്കിന്, അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക. എന്നിരുന്നാൽ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഗ്ലോബൽ വാർമിംഗ് കോസസ് ആൻഡ് കോൺസിക്വൻസസ്. എന്താണ് ആഗോളതാപനം, ആഗോളതാപനത്തിന്റെ കാരണങ്ങളും അതിന്റെ അനന്തരഫലങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. കാര്യങ്ങൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ്? ഫോസിൽ ഇന്ധനങ്ങൾ, അതായത് കൽക്കരി പെട്രോൾ ഇല്ല, അതിന്റെ അമിതമായുള്ള ഉപയോഗം, വനനശീകരണം. പിന്നെ ഇതിന്റെ അനന്തരഫലം എന്താണ് ഉണ്ടാവുക? ഭൂമിയുടെ താപനില വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ എന്താണ് ഹിമപാളികൾ മഞ്ഞുരുക്കുന്നു, സമുദ്രത്തിന്റെ ജലനിരപ്പ് ഉയരും, കാലാവസ്ഥയിൽ വ്യതിയാനം വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇതിന്റെ ആൻസർ ചെയ്താൽ. ദെൻ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഷോർട്ടസ്റ്റ് നിങ്ങൾ ഒരു 6 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം. സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനത്തിലുള്ള സ്ട്രാറ്റജികൾ എന്തൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ആൻസർ ചെയ്യുമ്പോൾ എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം? എന്തൊക്കെ സ്ട്രാറ്റജികളാണ് ആവശ്യമുള്ളത്? അതായത് 1 എന്താണ്? യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, 2 LPG ആൻഡ് CNG, ദെൻ 3 ഓർഗനൈസിംഗ് ഫാമിംഗ്, 4 ട്രഡീഷണൽ നോളജ്, 5 വേസ്റ്റ് മാനേജ്മെന്റ്, 6 മിനി ഹൈഡ്രോ പ്ലാന്റ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് വേണം അതിനെ ആൻസർ ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് 10ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. കമ്പാരിറ്റീവ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ്, ഇന്ത്യയുടെയും അയൽ രാജ്യങ്ങളുടെയും താരതമ്യ വികസന അനുഭവങ്ങൾ. ഈ ചാപ്റ്ററിന് പ്രധാനമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ചൈന, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇപ്പൊ ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവയുടെ മാനവിക സൂചകങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കുക. പിന്നെ ഇത് കൂടാതെ ഇതിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, അതായത് സാമ്യതകളും വ്യത്യാസങ്ങളും ചോദിക്കും ഈ 3 രാജ്യങ്ങൾ തമ്മിലുള്ള. അപ്പോൾ നിങ്ങൾ സാമ്യത ഒരു സൈഡിൽ എഴുതണം, അതുപോലെ തന്നെ വ്യത്യാസങ്ങൾ മറ്റേ സൈഡിലും ഒരു കോളമാക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ അത്രയും ആൻസർ വൃത്തിയായി കിടക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിന് ചൈന ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ്, ചൈനയുടെ വികസന തന്ത്രങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതും എന്ത് ചെയ്യുക? നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതൊരു ഷോർട്ടസ്റ്റ് ചോദിക്കാനാണ് ചാൻസ്. അപ്പോൾ GLF, അതുപോലെ തന്നെ കമ്മ്യൂൺ സമ്പ്രദായം, ദെൻ സെസ്, ഇതൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാൻ. ദെൻ പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സിൽ അതിന്റെ കമ്പാരിസണിൽ പ്രധാനമായിട്ടും GDP, പോവർട്ടി, അതുപോലെ തന്നെ HDA റാങ്ക്, അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാർട്ട് 1 ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് പാർട്ട് 2 സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്തേക്ക് പോവാം. പാർട്ട് 2 1ാമത്തെ ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻട്രൊഡക്ഷൻ. അതിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് പ്ലൂറൽ സെൻസിലും അതുപോലെ തന്നെ സിംഗുലർ സെൻസിലും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ചോദിക്കും. അതായത് ബഹുവചനത്തിലും ഏകവചനത്തിലും സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണെന്നുള്ളത് ഡിഫറൻസസ് എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം? ഒരു സൈഡിൽ പ്ലൂറൽ എഴുതണം, മറ്റേ സൈഡിൽ സിംഗുലർ എഴുതണം, അല്ലെ? അപ്പൊ പ്ലൂറലില് വ്യവസ്ഥാപിതമായിട്ട് ശേഖരിച്ച അക്കങ്ങളിലുള്ള വിവരങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് ജനസംഖ്യ എക്സാമ്പിൾ ചെയ്ത. ദെൻ സിംഗുലറിലേക്ക് വരുമ്പോൾ അതെന്താണ്? വിവരങ്ങൾ ശേഖരിക്കാനും അവ വിശകലനം ചെയ്യാനും ഉപയോഗിക്കുന്ന രീതികളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് അവിടെ എഴുതി വെക്കുക. ദെൻ മറ്റൊരു ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഇമ്പോർട്ടൻസ് ഓർ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. ഈ ചോദ്യം എന്തായാലും ഒരു ഏറെക്കുറെ 100% വരും. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിലെ എക്കണോമിക്സിന്റെ ഉപയോഗം, അതിന്റെ പ്രാധാന്യം എന്തൊക്കെയെന്നുള്ളതാണ്. ഒന്നെന്താണ്? അണ്ടർസ്റ്റാൻഡിങ് എക്കണോമിക് പ്രോബ്ലം ആണ്. 2 ഫോർമുലേഷൻ ഓഫ് പോളിസീസ്, 3 ഇന്റർ സെക്ടർ കമ്പാരിസൺസ്, 4 എന്താണ്? എക്കണോമിക് ഫോർകാസ്റ്റിംഗ്, 5 എസ്റ്റാബ്ലിഷിംഗ് ലോസ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓരോന്നും സബ്
ഹെഡിങ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. സ്റ്റാറ്റിയിലെ കളക്ഷൻ ഓഫ് ഡാറ്റ, അതായത് വിവരശേഖരണം. ഇത് വളരെ ഒരു സ്റ്റാറ്റിലെ ഒരു എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആട്ടോ. അപ്പോൾ ഇതിന് ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ തമ്മിലുള്ള വ്യത്യാസം ചോദിക്കും. എന്താണ് പ്രാഥമികവും അല്ലെങ്കിൽ ദ്വിതീയമായിട്ടുള്ള ഡാറ്റ, അതിന്റെ ഒരു വ്യത്യാസം പ്രധാനമായിട്ട് നിങ്ങൾ ചോദിക്കും. പ്രൈമറി ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാലേ, നമ്മൾ നേരിട്ട് അന്വേഷണങ്ങൾ ആദ്യമായിട്ട് ശേഖരിക്കുന്ന വിവരങ്ങളാണ്. ദെൻ ദ്വിതീയം എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റാരെങ്കിലും ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളാണ്. അപ്പോൾ അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ പഠിച്ചേക്കണം. പിന്നെ പൈലറ്റ് സർവേ എന്താണെന്ന് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കും. അതായത് ഒരു പ്രധാന സർവേക്ക് മുമ്പായി ഒരു ചെറിയ ഗ്രൂപ്പിൽ നടത്തുന്ന ഒരു പരീക്ഷണ സർവേ ആണിത്. നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരം കൂടി ഇത് തരുന്നു. അതവിടെ നിങ്ങൾ എഴുതി വെക്കണം. ദെൻ പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. ഒരു നല്ല ചോദ്യാവലിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ക്വാളിറ്റി? 1 ലിമിറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ, 2 സിംപ്ലിസിറ്റി ആയിരിക്കും, 3 ലോജിക്കൽ ഓർഡർ ഉണ്ടാവും, 4 എന്താണ് അവോയ്ഡിങ് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 5 നോ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതി വെക്കണം. ദെൻ ഇത് കൂടാതെ മറ്റൊരു ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, സാമ്പിളിംഗ് വേഴ്സസ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. അപ്പോൾ സാമ്പിളിംഗ് എറേഴ്സും നോൺ സാമ്പിളിംഗ് എറേഴ്സും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കും. അതായത് പ്രധാനമായിട്ട് സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ വാല്യൂ ആൻഡ് എസ്റ്റിമേറ്റഡ് വാല്യൂ ബിക്കോസ് വി സ്റ്റഡീഡ് ഓൺലി ദ സാമ്പിൾ ഇൻസ്റ്റെഡ് ഓഫ് ദ ഹോൾ ഗ്രൂപ്പ്. എന്നാൽ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ എറേഴ്സ് ദാറ്റ് ഹാപ്പൻ ഡ്യൂറിംഗ് ദ ഡാറ്റ കളക്ഷൻ ലൈക്ക് റോങ് റെക്കോർഡിംഗ് ഓഫ് ഡാറ്റ, ദെൻ ബയാസ്ഡ് ആൻസേഴ്സ് ഓർ മെഷർമെന്റ് മിസ്റ്റേക്ക്. ദിസ് ഈസ് മോർ സീരിയസ് ബിക്കോസ് ഇറ്റ് ക്യാൻ ഹാപ്പൻ ഈവൻ ഇൻ എ ഫുൾ സെൻസസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇത് പഠിച്ചു വെക്കണം. അപ്പോൾ ഇതൊരു സ്റ്റാറ്റിലെ ഒരു എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് സ്റ്റാറ്റിലെ 3rd ചാപ്റ്ററിലേക്ക് പോവാം. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. ഇതിൽ നിന്ന് ഒരു പ്രോബ്ലം വരും ഈ ചാപ്റ്ററിൽ നിന്ന്, ശ്രദ്ധിക്കുക. എന്നാലും വളരെ എളുപ്പമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. കാരണം നിങ്ങൾ എഴുതുന്ന സ്റ്റെപ്പുകൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതായത് പാർട്ട് 1നെ കമ്പയർ നമ്മൾ നോക്കുമ്പോൾ പാർട്ട് 2 സ്റ്റാറ്റിക്സിനാണ് കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രീറ്റ് വേരിയബിളും അതേപോലെ തന്നെ കണ്ടിന്യൂസ് വേരിയബിളും തമ്മിൽ ഡിഫറൻസസ് എന്താണെന്നുള്ളത് നിങ്ങളവിടെ പഠിച്ചു വെക്കണം. ഇതൊരു 4 മാർക്കിനാണ് ചോദിക്കുക. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഡിഫറൻസസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഓർമ്മ വേണം. അപ്പോൾ ഡിസ്ക്രീറ്റിൻ്റെ എക്സാമ്പിൾ ആണല്ലേ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. ദെൻ അതുപോലെ തന്നെ എന്താണ് കണ്ടിന്യൂസിന് എക്സാമ്പിൾ ആണ് ഹൈറ്റ്, വെയിറ്റ് ഓർ ടെമ്പറേച്ചർ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ഓർമ്മ വേണം. ദെൻ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ഒരു ചോദ്യം എന്തായാലും വരും. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ, ആവൃത്തി വിതരണ പട്ടിക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ടേബിൾ തന്നിട്ട് അതിൽ ക്ലാസിഫൈ റോ ഡാറ്റ ഇൻ ടു ഗ്രൂപ്പ്സ് യൂസിങ് ക്ലാസ് ഇന്റർവെൽസ് ആൻഡ് ടാലി മാർക്സ്. ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഏകീകൃതവും അതേപോലെ തന്നെ വിഭിന്നവുമായുള്ള വിതരണം എന്താണെന്ന് ചോദിക്കും. യൂണിവേരിയേറ്റ് ബൈ വേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും യൂണിവേരിയേറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് 1 വേരിയബിൾ ആണ്, എക്സാമ്പിൾ മാർക്സ് ആണ്. ബൈ വേരിയേറ്റിൽ എന്താണ്, അത് ഇൻവോൾവ് ചെയ്യുന്നത് 2 വേരിയബിൾസ് ആണ്, അതായത് ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഓഫ് ദി സെയിം ഗ്രൂപ്പ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കണം. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. നമ്മുടെ സ്റ്റാറ്റിലെ 4th യൂണിറ്റ് ആണ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. ഇതിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പാർട്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ. അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിന്റെ പാർട്സ് ചോദിക്കും. ഒരു 8 പാർട്സ് ഉണ്ട്, അത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതിക്കണം. ദെൻ ടൈപ്സ് ഓഫ് ഡയഗ്രാംസ് ആണ്, ഡയഗ്രാമുകളുടെ തരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. പ്രധാനമായിട്ടും 3 ടൈപ്സ് ആണുള്ളത് അല്ലേ. 1 ജിയോമെട്രിക് ഡയഗ്രാം, 2 ഫ്രീക്വൻസി ഡയഗ്രാം, 3 അരിത്തമാറ്റിക് ലൈൻ ഗ്രാഫ്. അപ്പോൾ ഇത് 3 എന്ത് ചെയ്യണം, നിങ്ങളവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വിവരിച്ച് വെക്കണം. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് പൈ ഡയഗ്രാം ചോദിക്കും. പൈ ഡയഗ്രാം നമുക്ക് വരക്കാൻ വേണ്ടി ചോദിക്കും. അതിൽ തന്നെ ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്. ഹിസ്റ്റോഗ്രാം വരക്കാൻ ചോദിക്കും, അതിന്റെ സ്റ്റെപ്പുകൾ ചോദിക്കും. ഫ്രീക്വൻസി പോളിഗൺ വരക്കാൻ ചോദിക്കും, അതിന്റെ സ്റ്റെപ്പ് ചോദിക്കും. ഡാറ്റ തന്നിട്ട് ഫ്രീക്വൻസി കർവ് വരക്കാൻ വേണ്ടിയും ചോദിക്കും. അപ്പോൾ പൈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 100% ചോദിക്കുന്ന ഉറപ്പുള്ള വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു എസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഡ്രോ ഒജീവ്. ഒജീവ് വരക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ലെസ് ദാൻ ഒജീവാണ് ചോദിക്കുക, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ സെപ്പറേറ്റ് ചോദിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒന്നിച്ച് കണ്ടുപിടിക്കാൻ ഒരു 8 മാർക്കിനും ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 100% ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഇപ്പൊ തന്നെ പഠിച്ചില്ലെങ്കിൽ എഴുതി പഠിച്ചു വെച്ചോളൂ. ഇത് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ വരും, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഈ ചാപ്റ്ററിൽ 100% ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ടാവും, അതായത് മാർക്സും ഉണ്ടാവും, ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളോട് എന്ത് ചോദിക്കും, കാൽക്കുലേറ്റ് ദ മീൻ ആൻഡ് മീഡിയം ഫോർ ദ ഫോളോയിങ് ഡാറ്റ റെപ്രസെന്റിംഗ് മാർക്ക് ഒബ്റ്റെയിൻ ബൈ ദ സ്റ്റുഡൻസ്. ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മീൻ മീഡിയം കണക്കാക്കാൻ വേണ്ടി ഒരു ചോദ്യം വരും. അപ്പോൾ അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, എസെൻഷ്യൽ ഓഫ് ഗുഡ് ആവറേജ്. ഒരു നല്ല ആവറേജിന് അത്യാവശ്യം വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ആ ഒരു ഭാഗം കൂടി നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ ഈ ഒരു 2 ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ വരാൻ ചാൻസ്. ഇത് നമുക്ക് അടുത്ത സ്റ്റാറ്റിലെ
രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. കോറിലേഷൻ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് സ്കാറ്റർ ഡയഗ്രാം. എന്താണ് സ്കാറ്റർ ഡയഗ്രാം? കോറിലേഷൻ പഠിക്കാനുള്ള ഒരു മെത്തേഡാണിത്. അപ്പോൾ അതിൽ എങ്ങനെയാണ് എക്സ് ആക്സിസ് കാണുക, എങ്ങനെയാണ് വൈ ആക്സിസ് കാണുക എന്നുള്ളതൊക്കെ നിങ്ങളോട് എഴുതി വെക്കണം. ദെൻ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ് കാളിപ്പേഴ്സിന്റെ കോറിലേഷൻ കോയിഫിഷ്യന്റ് കാണാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ റാങ്ക് കോറിലേഷൻ. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. രണ്ടിന്റെയും ഇക്വേഷൻസ് പഠിച്ചു വെക്കണം. അപ്പോൾ കൃത്യമായിട്ട് ആ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തിട്ട് വേണം ആൻസർ ചെയ്താൻ. ഇതിന് പ്രധാനമായിട്ടും ചോദ്യം വരുന്നുണ്ടാവുക, നിങ്ങൾക്ക് ഡാറ്റ ഓൾറെഡി തരും, എന്നിട്ട് ആ ഡാറ്റയിൽ നിന്ന് കാളിപ്പേഴ്സിന്റെ കോറിലേഷൻ കോയിഫിഷ്യന്റ് കണ്ടെത്താൻ വേണ്ടി, അല്ലാന്നുണ്ടെങ്കിൽ റാങ്ക് കോറിലേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. നമ്മുടെ സ്റ്റാറ്റിലെ 8th ചാപ്റ്ററാണ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്പേഴ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇതിന് പ്രധാനമായിട്ടും 6 ഇമ്പോർട്ടൻസ് ആണ്, അതായത് 6 ഉപയോഗങ്ങളാണ്. ആ 6 നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്, അതായത് സൂചിക സംഖ്യകളുടെ നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ ഇൻഡെക്സ് നമ്പറിലെ പ്രധാനമായിട്ട് എത്ര പ്രശ്നങ്ങളുണ്ട്? 5 ഉണ്ട്. 5 നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേഷൻ ഓഫ് സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സ്, ലളിതമായുള്ള സൂചിക സംഖ്യ കണക്കുകൂട്ടൽ എങ്ങനെയെന്നുള്ളത് ചോദിക്കും. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാണാൻ വേണ്ടി ചോദിക്കും, അതായത് ഉപഭോക്തൃ വില സൂചിക. ഇത് കാണാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് 2 മെത്തേഡുകളാണ്. ഒന്നാമത്തെ എന്താണ്, ആവറേജ് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. രണ്ടാമത്തത് ഫാമിലി ബഡ്ജറ്റ് മെത്തേഡ്. അപ്പോൾ അത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എങ്ങനെയാണ് കാണുക എന്നുള്ളത് നിങ്ങളവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. പിന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ ഉപയോഗം എന്താണെന്നുള്ളതും കൂടി ഇതിന്റെ കൂടെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. യൂസ് ഓഫ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അപ്പോൾ CPI വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇത് കൂടാതെ പിന്നെ WPI, അതായത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, അതും കൂടി എന്ത് ചെയ്യുക, നോക്കി വെക്കുക. അതായത് മൊത്ത വ്യാപാര വില സൂചിക അതെങ്ങനെയാണ് കണക്കാക്കുക, അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ എഴുതി വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി സ്റ്റാറ്റിയിലെ അവസാനത്തെ ചാപ്റ്ററാണ് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒരു ഷോർട്ട് എസ്സേയും ഒരു എസ്സേയും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. അതായത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് സ്റ്റെപ്സ് ടുവാർഡ്സ് മേക്കിംഗ് എ പ്രൊജക്ട്. ഒരു പ്രൊജക്ട് ഉണ്ടാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രൊജക്ടിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയെന്നുള്ളതാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് സ്റ്റെപ്പ്? ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താ, ഒരു പ്രശ്നം നമ്മൾ കണ്ടെത്തണം അല്ലേ, ഐഡന്റിഫൈ എ പ്രോബ്ലം. 2 ചോയ്സ് ഓഫ് ടാർഗറ്റ് ഗ്രൂപ്പ്. ദെൻ 3 എന്താണ്, കളക്ഷൻ ഓഫ് ഡാറ്റ, നമ്മൾ വിവരങ്ങൾ ശേഖരിക്കണം. ദെൻ 4 ഓർഗനൈസേഷൻ ആൻഡ് ടാബുലേഷൻ, ആ ശേഖരിച്ച വിവരങ്ങൾ വർഗീകരിക്കണം. ദെൻ അനാലിസിസ് ഓഫ് ഡാറ്റ, അത് വിശകലനം ചെയ്യണം. ദെൻ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് കൺക്ലൂഷൻ, അത് വിശദീകരണം അതിന്റെ നിഗമനത്തിൽ എത്തുകയും വേണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്റ്റെപ്പുകൾ ഓരോന്നും പഠിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ പിന്നെ രണ്ടാമതായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ഷുവറായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സ്ട്രക്ചർ ഓഫ് എ പ്രൊജക്ട് റിപ്പോർട്ട്. ഒരു പ്രൊജക്ട് റിപ്പോർട്ടിന്റെ ഘടന എങ്ങനെയെന്നുള്ളതാണ്. അതായത് ഒരു സ്റ്റാൻഡേർഡ് പ്രൊജക്ട് റിപ്പോർട്ടിന് പ്രധാനമായിട്ട് കുറച്ച് എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്, ഒന്ന് ഹെഡിങ് വേണം, അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ വേണം, തലക്കെട്ട് വേണം. 2 എന്താണ്, ഒരു ആമുഖം ഇൻട്രൊഡക്ഷൻ വേണം, ലക്ഷ്യങ്ങൾ വേണം, ഒബ്ജക്റ്റീവ്സ് വേണം, മെത്തഡോളജി വേണം, അതായത് രീതിശാസ്ത്രം വേണം, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ വിശകലനം വിശദീകരണം വേണം, ദെൻ കൺക്ലൂഷൻ വേണം, ബിബ്ലിയോഗ്രഫി വേണം, അതായത് റെഫറൻസ് വേണം. ഇത് കൂടാതെ ചിലപ്പോൾ 2 മാർക്കിന് എന്താണ് അവലംബം, അതായത് ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണെന്നും ചോദിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ +1 എക്കണോമിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നല്ല മാർക്കിങ് കിട്ടും. അപ്പോൾ എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക്സ് ഫോർ